അപ്പം നമ്മുടെ ബിറ്റ് കോയിൻ ആണെങ്കിൽ ഓൾ ടൈം ഹൈ അടിച്ച് 110K വരെ എത്തി. അപ്പോൾ നിങ്ങൾ നോക്കിയറിയാം 1,09,987, അതായത് 110Kയുടെ അടുത്തെത്തി. ഓക്കെ, 110K എന്ന് പറയാം. അപ്പോൾ നിങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുന്ന ഈ ആൾട്ട് എല്ലാവരും പറയുന്ന നമ്മുടെ ജനുവരി 20-ന് ശേഷം ആൾട്ട് സീസൺ തുടങ്ങുമെന്നാണ്. പക്ഷേ അതിന് ഓപ്പോസിറ്റാണ്. അപ്പം നമ്മളെന്ത് പ്രതീക്ഷിക്കുന്നോ അതിന് ഓപ്പോസിറ്റേ വരുള്ളൂ. ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ പാനിക്കിൽ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ കുറേ ദിവസങ്ങളുണ്ട്. എനിക്കൊന്നും ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ആൾട്ടോയിൻ്റെ കാര്യത്തിൽ പാനിക്കായിരിക്കും. അപ്പോൾ ബിറ്റ് കോയിൻ ഇടയ്ക്ക് 90,000 ഒക്കെ ഒന്ന് പോയിട്ടാണെങ്കിൽ അത് തൊട്ട് തന്നെ തിരിച്ചെത്തി അടുത്ത വോൾട്ടേജായി അടിച്ച് നിങ്ങൾ നോക്കിയറിയാം. ബിറ്റ് കോയിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾ ഒരു ഡേ ക്യാൻഡിൽ നോക്കിയാലും ബിറ്റ് കോയിൻ ഇവിടെ നിന്ന് 89K പോയാലും അവിടെ നിന്ന് സഡനായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വോൾട്ടേജ് ഹൈ അടിച്ചുകൊണ്ട് തന്നെ പോയിട്ടുണ്ട്. അത് ബാക്കിയല്ല, ഇപ്പോൾ എതേറി ആണെങ്കിൽ ഒരു മെയിനായിട്ടുള്ള ഒരു എതേറി പിന്നെ അങ്ങോട്ട് പോയിട്ടുമില്ല കണ്ടോ. ഈ ഒരു മൂവ്മെൻറ്റ് വരെ ഉള്ളൂ കണ്ടോ. ആ ഒരു നല്ല ഡിപ്പ് ഉണ്ടായില്ല അന്ന് ബിറ്റ് കോയിൻ പോയ ടൈമിൽ. അവിടെ നിന്ന് ഇവിടെ വരെ പോയിട്ടുള്ളൂ. വലിയ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഒരു വേസ്റ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയാം. എതേറി മാത്രമല്ല ബാക്കി എല്ലാ ആൾട്ടോയിനും അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. പിന്നെ സൊളാന എന്ന് പറഞ്ഞാൽ പമ്പാനുള്ള കാരണം ഈ ഒരു ഷിറ്റായിട്ടുള്ള മെമേ ടോക്കണുകൾ, അതായത് ട്രംപ്, മെലാനിയ അങ്ങനെ കുറേ ഇറങ്ങുന്നുണ്ട് ഈ സോളിൻ്റെ ബ്ലോക്ക് ചെയിൻ. അപ്പോൾ ആ ഒരു ബ്ലോക്ക് ചെയിൻ ആകുമ്പോൾ അവിടെ ഒരുപാട് ബൈ ആവും. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പുതിയ ആൾക്കാരായാലും ബൈ ചെയ്യും. ചിലപ്പോൾ അവരുടെ മൊത്തത്തിലുള്ള കാശ് പോകും. ചിലപ്പോൾ ഒരു ലക്ക് കൊണ്ട് അവർ ഒരു ദിവസം കൊണ്ട് കോടീശ്വരം ആവാം. പക്ഷേ അതത്ര നല്ലതാണോ എന്ന് വെച്ചാൽ ഒരിക്കലും നല്ലതല്ല. അവർ മാക്സിമം പണം വേൺ ചെയ്തിട്ട് അവർ മാക്സിമം വിഡ്രോ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. ചിലപ്പോൾ അവർ പുതിയതായിട്ട് ഈ ഒരു ആൾട്ട് കോയിനിലോ ഒന്നും അവർ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അടുത്തൊരു മെമേ കോയിൻ അങ്ങനെ പോകും. അവരങ്ങനെ ഫണ്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അതത്ര നല്ലതാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. നമ്മുടെ ആൾട്ട് കോയിനും നല്ല രീതിയിൽ തന്നെ പമ്പാവണം. അതിനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൽ ആൾട്ടിലെ കാശുകളൊന്നും വരുന്നില്ല. എന്തുവേണ്ടി നല്ല പ്രൊജക്റ്റുകളുണ്ട്. Web3 ആയിക്കോട്ടെ, AI ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ സെക്ടറുകളും ഉണ്ട്. അവിടെ ഒന്നും പണം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് നല്ല രീതിയിൽ തന്നെ ഡംപിലോട്ട് പോകുന്നത്. അപ്പം ആരും പാനിക്കോ കാര്യങ്ങളോ ഒന്നും ആവണ്ട, എല്ലാം തിരിച്ച് കയറും. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരിക്കലും പറയില്ല ബൈ ദ ഡിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ മേടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അല്ലാതെ പുതിയതായിട്ടെല്ലാം ഇനി ബൈ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു ഡിപ്പ് ഇനിയും കിട്ടുവാണെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതലും ബൈ ചെയ്യേണ്ട, കൂടുതൽ കാശ് കളയേണ്ട. ഇപ്പം നിങ്ങൾ ബൈ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ വിഷയമൊന്നുമില്ല. വെയിറ്റ് ഒന്ന് ചെയ്യുക, നമുക്ക് നോക്കാം. എന്തൊക്കെയായാലും ഈ വർഷത്തിനുള്ളിൽ തന്നെ പമ്പ് കിട്ടണമെന്ന് വെച്ചാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നതല്ലേ. എല്ലാ ആളുകളും ആൾട്ട് കോയിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ 50%, 60% ഒക്കെ ലോസിൽ എപ്പോഴും. അവരെങ്ങനെ റിക്കവർ ചെയ്തിട്ട് അവരുടെ പണം എന്തെങ്കിലുമൊക്കെ ആവണം, എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടാവണം എന്നൊക്കെ പ്രതീക്ഷയായിരിക്കും. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. മാർക്കറ്റ് എപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നമ്മളിപ്പോൾ നല്ല രീതിയിൽ ആ പമ്പ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷ, അത് ഓപ്പോസിറ്റാണ് ഉണ്ടാവുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ എല്ലാവരും പാനിക്കിലായിരിക്കും. ഇനിയിപ്പം എല്ലാം വിറ്റൊഴിവാക്കാൻ നോക്കുക. അങ്ങനെയൊന്നും വിറ്റൊഴിവാക്കേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. സ്പോട്ടിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫ്യൂച്ചർ എടുക്കുമ്പോഴേ ഉള്ളൂ റിസ്ക്. അപ്പം എല്ലാവരെയും നല്ല രീതിയിൽ പാനിക്കാക്കിയിട്ട് ഇതൊക്കെ നല്ല രീതിയിൽ പമ്പും ആവും. അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ എന്തൊക്കെയായാലും മാക്സിമം പിടിച്ച് നിൽക്കാൻ നോക്കുക. അപ്പം ബിറ്റ് കോയിൻ എപ്പോഴും നല്ലതാണ്. ബിറ്റ് കോയിൻ എപ്പോഴായാലും ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ബിറ്റ് കോയിനെ മാത്രമേ കൂടുതൽ പറയാറുള്ളൂ. എപ്പോഴായാലും അതേ ഉള്ളൂ. അപ്പം ബാക്കിയെല്ലാം എതേറി ആയിക്കോട്ടെ, കുറച്ചൊക്കെ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. അതിനെ വിറ്റൊഴിവാക്കുക. അതൊരു ആൾട്ട് കോയിൻ തന്നെയല്ലേ. ബിറ്റ് കോയിന് അതിനെ വെല്ലാൻ ഇനി ഒന്നും വരില്ല. അപ്പം ബിറ്റ് കോയിന് നിങ്ങളെപ്പോഴും കാശ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പണമൊന്നും ലോസ് ആവില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ ആൾട്ട് കോയിന് ഇട്ടാൽ നിങ്ങളുടെ പണമൊക്കെ ലോസ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ 60-70 ഒക്കെ ശതമാനം ലോസിലായിരിക്കും. അവിടെ നിന്ന് തിരിച്ചൊക്കെ കയറാനൊക്കെ പാടാണ് ആൾട്ട് കോയിന്. അപ്പം പാനിക്കൊന്നും ആവണ്ട, നിങ്ങൾ ക്ഷമയോടിരിക്കുക, സ്പോട്ടിൽ ബൈ ചെയ്യുക. അത്രയും മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.